കൂട്ടുകാരെ, ഇനി നമുക്കൊരു മുത്തശ്ശി കഥയായാലോ. വലിയ ഓട്ടക്കാരനായ ഒരു മുയലും വളരെ പതുക്കെ മാത്രം നടക്കാൻ അറിയാവുന്ന ഒരു ആമയും ഓട്ടപ്പന്തയും വച്ച കഥയാണിത്. വളരെ രസകരമായ ഒരു കഥയാണിത്. നിങ്ങൾക്കും കേൾക്കണ്ടേ? എന്നോടൊപ്പം വരൂ. ഒരിടത്ത് ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. ആമയും മുയലും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. വലിയ ഓട്ടക്കാരനായിരുന്നു മുയൽ. ആമയ്ക്കാണെങ്കിലോ വളരെ പതുക്കെ മാത്രമേ നടക്കാൻ അറിയൂ. അതുകൊണ്ട് തന്നെ തന്റെ കഴിവിനെ കുറിച്ച് മുയലിനൊരൽപ്പം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പാവം ആമ ഒച്ചിഴയുന്നത് പോലെ ഇഴയുന്ന അതിനെ മുയൽ എപ്പോഴും കളിയാക്കിയിരുന്നു. തനിക്ക് മുയലിനെ പോലെ ഓടാനും നടക്കാനും കഴിയാത്തതിൽ ആമയ്ക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ചങ്ങാതി, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഓട്ട മത്സരത്തിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളിനെ ചുമലിൽ എടുത്തുകൊണ്ട് നടക്കണം. മത്സരത്തിൽ താൻ ജയിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് മുയൽ ഇപ്രകാരം പറഞ്ഞത്. ഓട്ടം തുടങ്ങുന്ന സ്ഥലവും അവസാനിപ്പിക്കേണ്ട സ്ഥലവും തീരുമാനിച്ചു. ചിന്നനാനയുടെ ചിന്നവിളി കേട്ടതും രണ്ടുപേരും ഒരേ സമയം ഓടാൻ തുടങ്ങി. ഓട്ടമത്സരം കാണാനോ വഴിനീളെ മറ്റു മൃഗങ്ങളെല്ലാം കാത്തുനിന്നു. ഓട്ടത്തിനിടയിൽ മുയൽ ഇങ്ങനെ ചിന്തിച്ചു, ഇഴഞ്ഞു സഞ്ചരിക്കുന്ന ആമ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും ഏറെ സമയമെടുക്കും. ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല. എന്തായാലും വിജയം എനിക്കാണല്ലോ. കുറച്ചുനേരം വഴിയിൽ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ തീർത്തിട്ട് വീണ്ടും പതുക്കെ ഓടാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുയൽ വഴിയിൽ കണ്ട ഒരു പുൽപ്പൊന്തയിൽ കയറി കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങി. ഈ തക്കം നോക്കി ആമ കഴിയുന്നതും വേഗത്തിൽ ഇഴഞ്ഞു. സുഖമായ ഉറക്കത്തിലായിരുന്ന മുയൽ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ആമ തന്റെ അടുത്തെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് മുയൽ പരിഹാസത്തോടെ നോക്കി. തന്റെ പിറകിലൊന്നും കാണാനില്ല. മുന്നിലേക്ക് നോക്കിയപ്പോഴോ മുയൽ അന്തം വിട്ടുപോയി. പിന്നെ മുയൽ ഒന്നും ചിന്തിച്ചില്ല. തന്റെ സർവ്വശക്തിയും എടുത്ത് അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, മുയൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആമ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് മറ്റു മൃഗങ്ങളെല്ലാം ആവേശത്തോടെ കൈയടിച്ചു. മുയലാണെങ്കിലോ ലഭ്യനായി മുഖം താഴ്ത്തിയിരുന്നു. ഒടുവിൽ ആമയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് മുയൽ ആമയെ സ്വന്തം ചുമലിലേറ്റി വഴിയിലൂടെ നടന്നു. എങ്ങനെയുണ്ടായിരുന്നു ആമയുടെയും മുയലിന്റെയും കഥ? നിങ്ങൾക്ക് ഇഷ്ടമായോ? കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? സ്വന്തം കഴിവിനെ കുറിച്ച് കൂടുതൽ അഹങ്കരിക്കുന്നവർക്ക് ഇത് തന്നെ ആയിരിക്കും അനുഭവം.